അപ്പോൾ ഇന്നലെ 24 ന്യൂസിൽ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ തമ്മിൽ എന്ന് പറഞ്ഞ ഡിബേറ്റ്, ആ ഡിബേറ്റിനകത്ത് പങ്കെടുത്ത ആളുകൾ, അവരുടെ പേഴ്സ്പെക്റ്റീവ്സ്, പിന്നെ ദീപക് ഷിഞ്ചിത വിഷയത്തിൽ ഉണ്ടായ കുറേ സംസാരങ്ങൾ, ഇതാണ് കോണ്ടൻറ്റ്. രാഹുൽ ഈശ്വർ ഈസ് ദെയർ ആൻഡ് ശ്രീലക്ഷ്മി അറക്കൽ ഈസ് ദെയർ ആൻഡ് വൺ മോർ ലേഡി. ആ ലേഡി ആരാന്നുള്ളത് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇന്നലെയാണ് ഞാൻ അവരെ കൂടുതലായിട്ട് കാണുന്നത്. എവിടെയോ എന്തോ ഒരു റീലിൻ്റെ അറ്റവും മൂലമായിട്ട് വെറുതെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ദാറ്റ്സ് ഓൾ. പക്ഷേ ഇന്നലെ വീഡിയോയിലാണ് ഫുള്ളായിട്ട് അവരുടെ എന്താണ് അവരുടെ പ്രസൻസ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ തമ്മിൽ ബൈ SKN, നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഭയങ്കര ഹിറ്റാക്കിയ മനുഷ്യനാണ്. സോ ഒരു വിൻറ്റേജ് സാധനം എടുത്തു വെച്ച് അങ്ങനെ രണ്ടാമത് അടിക്കുകയാണ്. തമ്മിൽ എന്നുള്ള പേരിലാണ് ഇപ്രാവശ്യം അടിക്കുന്നത്. ലെറ്റ്സ് വാച്ച്. ഇതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ കാര്യത്തിലൊക്കെ എതിർപ്പുണ്ട്, കുറേ കാര്യത്തിലൊക്കെ യോജിപ്പുണ്ട്. ഒരു കാര്യം ഞാൻ ആദ്യം അപ്ഫ്രണ്ട് ഒരു ന്യൂട്രൽ ഓഡിയൻ എന്നുള്ള രീതിക്ക് പറയാം, രണ്ട് സൈഡിലിരിക്കുന്നതിൽ ഉടായ്പകളുണ്ട്. ഓക്കെ, ഞാൻ തന്നെ രാഹുൽ ഈശ്വറിൻ്റെ കുറേ ഉടായ്പകൾ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഉടായ്പകൾ കുറേ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ടീമും ഒന്ന് ആൺപക്ഷവും ഒന്ന് സ്ത്രീപക്ഷമായിട്ടിരിക്കുന്ന ആളുകളാണ്. സോ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പേര് ന്യൂട്രൽ പക്ഷത്തായിട്ട് നിൽക്കുന്നുമുണ്ട്. കമോൺ, ലെറ്റ്സ് വാച്ച്. ഞാൻ ആദ്യം വിളിക്കുന്നു പുരുഷ കമ്മീഷൻ വേണമെന്ന് വാദിക്കുന്ന സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ. ഇനി വേദിയിലേക്ക് വരുന്നത് പ്രമുഖ ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കൽ. ഇതിൻ്റെ പേരിൽ നാളെ കച്ചറ ഉണ്ടാവാൻ മതി. കാരണം ശ്രീലക്ഷ്മി അറക്കലിനെ രണ്ടാമതും രാഹുൽ ഈശ്വറിനും ആദ്യമാണ് വിളിച്ചത്. ശ്രീലക്ഷ്മി അറക്കൽ ആസ് പെർ ഹെർ പേഴ്സ്പെക്റ്റീവ് സ്ത്രീകളെ ആദ്യം വിളിക്കണം എന്നാണ്. അതെന്ത് ശ്രീകണ്ഠൻ നായർ, നിങ്ങൾ ആദ്യം പുരുഷനായ, അതും വെറും ആൺപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന രാഹുൽ ഈശ്വറിനെ വിളിച്ചു കൊണ്ടുവന്നേ എന്നുള്ളൊരു ചോദ്യം നാളെ ശ്രീലക്ഷ്മി അറക്കലിൽ നിന്ന് SKN എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ശ്രീലക്ഷ്മി അറക്കൽ കണ്ടിന്യൂ. ഇതിപ്പോ ആ പെൺകുട്ടീനെ എല്ലാവരും ചേർന്ന് കല്ലെറിയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഇടേണ്ടി വന്നത്? ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഇപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊണ്ട് പോകുമ്പോഴത്തേക്കും അവർ പലപ്പോഴും കേസ് എടുക്കാതിരിക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ യൂട്യൂബ് എടുത്ത് നോക്കുവാണെങ്കിലും എല്ലാവർക്കും എതിരെ ഹേറ്റഡ് അങ്ങ് പടർന്ന് ഓരോ ആൾക്കാരുടെയും ലൈഫ് എടുത്തിട്ടാണ് ആൾക്കാർ ഇങ്ങനെ പൊങ്കാലിടുകയാണ് ചെയ്യുന്നത് സൈബർ ഇടത്തില്. അപ്പം ഇതിന് മതിയായിട്ട് ഒരു നിയമമോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതാണ് ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. അറക്കൽ തമ്പുരാട്ടി, വാട്ട് യു മീൻ? എന്താണ് നിങ്ങൾ പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവരുടെ ലൈഫ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറിച്ചിട്ട് എടുത്തു കൊണ്ടുവന്ന് വെച്ച് അങ്ങോട്ട് അപരാധിക്കുന്നു എന്നാണ് പറയുന്നത്. കുറേ കിട്ടിക്കാണും, അത് കയ്യിലിരിപ്പോണ്ട, മനസ്സിലായോ? പല നേരത്തെ പല സ്റ്റാൻഡ് കാണിക്കുമ്പോൾ സോഷ്യൽ മീഡിയക്കകത്ത് ആളുകൾ അത് എക്സ്പോസ് ചെയ്യും. അത് എക്സ്പോസ് ചെയ്യുന്നത് കിട്ടി മേടിച്ച് മിണ്ടാതിരിക്കാതല്ലാതെ പിന്നെ അതിൽ കിടന്ന് മെഴുകാൻ പാടില്ല. ബാക്കിയുള്ളവരുടെ ജീവിതം അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈഫ് എടുത്ത് വെച്ച് നിങ്ങളങ്ങോട്ട് അപരാധിക്കുന്നു. അതാണ് ഇതിൻ്റെ റൂട്ട് കോഴ്സ് എന്നുള്ളതാണ് ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ അതാണ് പ്രശ്നം. ഇതേ ശ്രീലക്ഷ്മി അറക്കൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ പ്രതിയല്ല എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ട സമയം മുതൽ ബബ്ബ സിനിമ ഇറങ്ങിയപ്പോൾ വരെ അഖിൽ മാരാറിനെ അഖിൽ മൈരാർന്ന് വിളിച്ചപ്പോൾ, മോഹൻലാൽ എന്ന് പറഞ്ഞ മഹാനടനെ നിങ്ങൾ ആ രീതിയിൽ താറടിച്ച് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? അത് സോഷ്യൽ മീഡിയയിൽ ബാക്കിയുള്ളവരുടെ ജീവിതവും ബാക്കിയുള്ളവരെ കുറിച്ച് മോശം പറയലല്ലേ ശ്രീലക്ഷ്മി അറക്കലെ? അതൊന്ന് കണ്ടാലോ? അപ്പം ദിലീപിന്റെ പഴയ സിനിമ പോലും കാണാത്ത ഞാന് പഴയ സിനിമയല്ല, ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് വന്നാൽ പോലും അത് ഞാൻ സ്ക്രോൾ ചെയ്ത് വിടും. നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ആള് ഞാൻ എങ്ങനെ പോയി കാണും ആ സിനിമ? പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണോ ദിലീപ് നായകനായതുകൊണ്ടാണോ? ദിലീപ് നായകനായതുകൊണ്ട്. എന്നാലും ദിലീപ് സിനിമ ഒഴിവാക്കിക്കൊണ്ടൊരു മലയാളിക്ക് അത് ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റും. എന്നാലും പറ്റും. ദിലീപിന്റെ സിനിമ എന്നൊന്നും ഇല്ലാതാക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അയാൾ അത്രയും വലിയൊരു ലോബിയാണ്, അത്രയും വലിയ കോടികളുള്ള ആസ്തിയുള്ള ആളാണ്. പക്ഷെ നമ്മൾക്ക് നമ്മളുടെ ഒരു പ്രതിഷേധം, അത്രയും വൃത്തികെട്ട ഒരുത്തര്, അത്രയും വൃത്തികെട്ട റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ മുഖം കാണാൻ നമുക്ക് ഇഷ്ടമില്ല. അതാണ് കാരണം. കുറ്റാരോപിതൻ എന്നുള്ള ഒരു ലേബലിൽ പോലും അദ്ദേഹത്തിന് ഒരു ഇത് കൊടുക്കാനുള്ള ഒരു ഇതില്ല. ഇല്ല, കുറ്റാരോപിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കുറ്റം ചെയ്ത ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിലീപിന്റെ സിനിമ ഡയറക്ട് ചെയ്യുന്ന ഡയറക്ടർമാരെ ഞാൻ ബോയ്ക്കോട്ട് ചെയ്യും. ദിലീപിന്റെ സിനിമയിൽ പോയി അഭിനയിച്ച ലാലേട്ടനെ എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തൊന്നും മഹാനാടൻ. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അപ്പോ അഖിൽ മാരാർ സഹിതം ഒരു അഖിൽ മാരാറില്ല, അഖിൽ മൈരാർ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ ദിലീപ്? അവനൊക്കെ വെറും മൈരാറല്ലേ, അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ, നമുക്കെന്താ? ഒരാളെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മൈരാർ എന്ന് വിളിക്കുന്നു, ലാലേട്ടനെ പോടാന്ന് പറയുന്നു,
ദിലീപ് കോടതി വെറുതെ വിട്ട ദിലീപിനെ റേപ്പിസ്റ്റ് എന്ന് വീണ്ടും പറയുന്നു. ഈ ശ്രീലക്ഷ്മി അറക്കലാണ് അപ്പുറത്ത് വന്നിട്ട് സ്റ്റാൻഡിനെ കുറിച്ച് പറയുന്നത്. ഏത് നിലപാടിനെ കുറിച്ച് പറയുന്നത്. ഉളുപ്പുണ്ടോയെന്നേ ചോദിക്കാനുള്ളൂ. ഒരു ലേശ ഉളുപ്പ്, ഒരു ഇത്തിരി, കുറേയൊന്നും വേണ്ട, ഇല്ലാന്ന് അറിയാം, എന്നാലും ചോദിക്കുകയാണ്, കുറച്ചെങ്കിലും കീപ്പ് ചെയ്തുകൂടെ? ഇതിനാ നാട്ടുകാരെ ഇങ്ങനെ വാങ്ങിക്കൂട്ടാൻ നിൽക്കുന്നത്. അപ്പോൾ കിട്ടും, കിട്ടാതിരിക്കില്ല, മനസ്സിലായോ? അപ്പോൾ സ്വയം എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ബാക്കിയുള്ളവരെ പറയാൻ അത് മാറ്റുക, ആ സ്വഭാവം മാറ്റുക, മനസ്സിലായോ? അങ്ങനെ ആവുമ്പോൾ റൂട്ട് കോസാണ് കട്ടാവും. താൻ സ്വന്തമായിട്ട് ആദ്യം ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളവരെ പോയി പറയുക. ഓക്കെ, ഇതല്ലല്ലോ, അങ്ങനെ ഒരു വിഷയമേ ഇല്ല. ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ടേംസാണ്. ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ബോധ്യങ്ങളും ബോധവുമാണ്. അതങ്ങനെ തന്നെ വേണം, ഒരു മനുഷ്യൻ അങ്ങനെ തന്നെ വേണം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് രണ്ട് സമയത്ത് രണ്ട് കാര്യം പറയരുതല്ലോ. സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ ഒന്നും, പുരുഷന്മാരുടെ കാര്യം വരുമ്പോൾ വേറെ. ഈ പുരുഷന്മാരെന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരും കൂട്ടില്ല, അതിൽ വേടം പെടില്ല, മനസ്സിലായോ? ഇനി ശ്രീലക്ഷ്മി അറക്കലാണോ കോടതി? ശ്രീലക്ഷ്മി അറക്കൽ പല ഇൻ്റർവ്യൂവിലും ചോദിക്കുന്നത് കേട്ടു, സോഷ്യൽ മീഡിയ ആണോ കോടതി, നീയാണോ കോടതി? കോടതി ഇവിടെ യഥാർത്ഥ കോടതി വെറുതെ വിട്ട, നിയമം വെറുതെ വിട്ട ഒരാളെ വീണ്ടും നീ കയറി ചൊറിയാണ് ദിലീപിനെ. എന്തിന്? അല്ലെങ്കിൽ അതിനുള്ള പ്രൂഫോ കാര്യങ്ങളോ പറയണം. എന്താ ഞാൻ വിശ്വസിക്കുന്നു അയാൾ അത് ചെയ്തു, അതാണോ? അപ്പം ഞാനൊക്കെ സംസാരിക്കാറുണ്ട്, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിൽ കോൺസ്പിറസീസ് വെച്ച് ആ കോൺസ്പിറസീസ് പ്രൂവ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ എവിഡൻസുകൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കൊണ്ടുവന്ന് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഡൗട്ട്ഫുൾ ആണെന്ന് പറഞ്ഞ് വെച്ച് സംസാരിക്കാറുണ്ട്. വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ മാതിരി നിന്നിരുന്ന് കാക്കാ കീക്കി കൂക്കു എന്ന് പറഞ്ഞ് വിളിച്ച് പറയണ ഒരുത്തി എന്ത് ക്രെഡിബിലിറ്റി ഉണ്ടാവുക? അപ്പോൾ പിന്നെ നാട്ടുകാരെടുത്തിട്ട് ഉടുക്കും. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലത്തെ 24 എൻറ്റയർ ഇൻ്റർവ്യൂവിൽ ഒരുമാതിരി ചീവീട് കണക്കായിരുന്നു ശ്രീലക്ഷ്മി അറക്കൽ. പറയുന്ന ഒരു പോയിന്റും മര്യാദയ്ക്ക് വെക്കാൻ പറ്റുന്നില്ല. അപ്പുറത്തൊരു സ്ത്രീ പിന്നെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് തട്ടിക്കൂട്ടി പറയുന്നുണ്ട്. അവരെ പോലും സംസാരിപ്പിക്കാൻ സമ്മതിക്കാതെ ഇരുന്ന് കനക്കനാന്ന് പറഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കി ആ ഇൻ്റർവ്യൂവിന് ബാക്കിയാണ്. ഒരാള് ഏതെങ്കിലും ഉന്നത പദവിയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും പഴയ കാലത്ത് എന്നെ അങ്ങനെ തൊട്ടു, എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു, എന്നെ അവിടെ കൊണ്ടിരുത്തി. ഈ സമയത്തൊന്നും ആണുങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. രണ്ടുപേരോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, അതിനുശേഷം പെട്ടെന്ന് പറയുന്നു അയാൾ എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അപ്പൊ അന്ന് സ്ത്രീകൾക്ക് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ന് വന്നിട്ട് അവർ പറയുന്നത്. ഇന്ന് അവർക്ക് അതിനുള്ള ആത്മാഭിമാനവും ധൈര്യവും ഉണ്ടായി വരുമ്പോഴേ അവർക്ക് പറയാൻ വേണ്ടി പറ്റും. അത് എന്ത് ധൈര്യമാണ്? അത് അങ്ങനെ പറ്റത്തുള്ളൂ. അത് ചിലപ്പോ ലൈംഗിക അതിക്രമം നടക്കുന്ന സമയത്ത് തന്നെ അത് എന്ത് ധൈര്യമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അതെന്ത് ധൈര്യമാണെന്ന് നിങ്ങൾക്ക് വിധിക്കാൻ അധികാരമില്ല. അവർക്ക് അന്നേരം ധൈര്യമാണ്. അവർക്ക് അന്നേരമേ ധൈര്യം. നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അവർക്ക് എപ്പോഴാണ് ധൈര്യം വരുന്നത്? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അവർക്ക് എപ്പോൾ ധൈര്യം വേണം, അവരെപ്പോ റിപ്പോർട്ട് ചെയ്യണം? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഈ വേടനെതിരെ മീറ്റു ആരോപണം വന്ന സമയത്ത് 10-12 സ്ത്രീകൾ മീറ്റു ആരോപണം കൊടുത്ത സമയത്ത് ശ്രീലക്ഷ്മി അറക്കൽ ഇതേ ചോദ്യം ചോദിച്ചിരുന്നോ? വേടൻ്റെ ഒപ്പം, വേടൻ്റെ കൂടെ, അവനൊപ്പം എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഒരു മീറ്റു ആരോപണം വരുമ്പോൾ ആ സ്ത്രീക്ക് അവരനുഭവിച്ച പ്രശ്നം വർഷങ്ങൾക്കപ്പുറം വന്ന് പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ പറയും. ഓക്കെ, പറഞ്ഞോട്ടെ, വിത്ത് പ്രൂഫ് അവർ പറഞ്ഞോട്ടെ, നോ വറീസ്, ഒരു കുഴപ്പമില്ല. അവർക്ക് എപ്പോഴാണോ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ സേഫാണ് തോന്നുന്നത് ആ സമയത്ത് അവർ വിളിച്ച് പറഞ്ഞോട്ടെ, അതിലൊരു തെറ്റില്ല. മനസ്സിലായില്ലേ? ഞാനത് തെറ്റ് പറയില്ല. ഞാൻ പല കണ്ടന്റിലും അത് പറഞ്ഞിട്ടുണ്ട്. വിത്ത് പ്രൂഫ് ആരെങ്കിലും വന്നിട്ട് അങ്ങനത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി അത് ഓഡിറ്റ് ചെയ്യണം, നിയമം അത് ഓഡിറ്റ് ചെയ്യണം, അത് കേസാക്കണം, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം. വേടൻ്റെ കേസ് വരുമ്പോൾ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഈ നാക്ക് എവിടെയായിരുന്നു? അപ്പോൾ വേടനെതിരെ കൊടുത്ത സ്ത്രീകളൊക്കെ ഫേക്ക് മീറ്റു ആണോ ശ്രീലക്ഷ്മി അറക്കലേക്ക് കൊടുത്തത്? ആ സ്ത്രീകൾ ഒരു കാലത്ത് വേടൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഷാഡോയിങ് കാരണം മിണ്ടാതിരുന്ന ആ സ്ത്രീകൾ ഇപ്പം പുറത്ത് വന്ന് അവർ സംസാരിക്കുമ്പോൾ ശ്രീലക്ഷ്മി അറക്കലിന് എന്തുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല? വേടൻ്റെ കേസ് വരുമ്പോൾ ശ്രീലക്ഷ്മി അറക്കൽ വേറൊരു ഇൻഡിവിജ്വൽ, വേറൊരു എൻറ്റിറ്റി, മനസ്സിലായില്ലേ? എൻറ്റയർലി വേറൊരു എൻറ്റിറ്റിയാണ്. വേടൻ്റെ കാര്യം മാറ്റി വെച്ച് ബാക്കി ആണുങ്ങളെ കേസ് വരുമ്പോഴത്തേക്ക് ശ്രീലക്ഷ്മി അറക്കൽ ഒരുമാതിരി ഭദ്രകാളി തുള്ളണ മാതിരി കടന്നു തുള്ളും. ശ്രീലക്ഷ്മി അറക്കൽ പൊളിഞ്ഞത് അവിടെയാണ്. വേടനെതിരെ വന്നിരുന്ന കേസുകളിൽ വേടനെ താങ്ങിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് പോയപ്പോൾ അത് സൊസൈറ്റിയുടെ മുന്നിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു തരം ഡബിൾ സ്റ്റാൻഡാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് സ്വയം മനസ്സിലായില്ല, നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്.
അപ്പോൾ മീറ്റു ആരോപണങ്ങളെക്കുറിച്ച് ആ വ്യക്തി പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഈ ഘോരഘോരമായിട്ട് ഈ കടികട്ടി വാക്കുകൾ ഛർദ്ദിക്കാനുള്ള ഒരു അർഹതയില്ല മാഡം. നിങ്ങളത് ചെയ്തിട്ട് കാര്യമില്ല. കാരണം സൊസൈറ്റീൻ്റെ ഉള്ളിൽ നിങ്ങൾ പൊളിഞ്ഞതാണ്, നിങ്ങളെ ഫേക്ക്നെസ് പൊട്ടിയതാ. നിങ്ങളെ ചങ്കിനെതിരെ ആരോപണം വന്നപ്പോൾ നിങ്ങൾ അവിടെ കെട്ടിപ്പിടിച്ച അയാളെയും കൊണ്ട് നടക്കുകയായിരുന്നേ. അപ്പോൾ പിന്നെ ശ്രീലക്ഷ്മി അറക്കൽ ഈ ഇൻ്റർവ്യൂവിൽ ഇനി എന്ത് കടന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം നാട്ടുകാർക്ക് പുല്ല് വില എന്നേ പറയാനുള്ളൂ. അടുത്ത കേൾക്കാം. നിങ്ങൾ മീറ്റു മൂവ്മെന്റിനെ പറ്റിയാണ് പറഞ്ഞത്. മീറ്റു മൂവ്മെന്റ് എങ്ങനെയാണ് ഉണ്ടായി വന്നത്? മീറ്റു മൂവ്മെന്റ് ഫേക്ക് മീറ്റു ആവരുത്, അത്രേ ഉള്ളൂ. ഫേക്ക് മീറ്റു ആവരുത്. ഫേക്ക് മീറ്റു ആവരുത്. തെളിവുകളോ അടിസ്ഥാനമോ ഇല്ലാതെ ഉദാഹരണം പറയാം. ജിതേന്ദ്ര എന്ന് പറയുന്ന താരത്തിനെതിരെ 48 വർഷം മുമ്പ് ഇയാൾ എന്നെ മീറ്റു ചെയ്തു എന്ന് പറഞ്ഞൊരു സ്ത്രീ പോയി. അവസാനം ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി പറഞ്ഞു എങ്ങനെയാണ് ഇത് തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ സാധിക്കുക, അതുകൊണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. 48 വർഷം മുമ്പ് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ തെളിയിക്കാനോ തെളിയിക്കാതിരിക്കാനോ കഴിയില്ല. അവിടെയാണ് ഇതിനൊരു ടൈം ലൈൻ വേണം, റീസണബിലിറ്റി വേണം. പറഞ്ഞോളൂ, പക്ഷേ തിരിച്ച് കോൺസിക്വൻസ് നിങ്ങളുടെ ഓക്കെ, ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം ഇപ്പോൾ വന്നൊരു സ്ത്രീ പറയുന്ന സമയത്ത് അത് ഏത് ഗ്രാവിറ്റിയിൽ എടുക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ. ശരിക്കും ദാറ്റ്സ് എ റെലവൻറ്റ് ക്വസ്റ്റ്യൻ. ബട്ട് ആ സ്ത്രീക്ക് അത് പറയാൻ പാടില്ല എന്നില്ലല്ലോ. ഞാൻ ആ കേസിൽ ഞാൻ രാഹുൽ ഈശ്വറിനോടൊരു കാര്യം പറയാം. ഫേക്ക് കേസുകൾ കാണുമായിരിക്കും, അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്റ്റ് ചെയ്ത കാര്യങ്ങൾ കാണുമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ അവർ മിസ്ഇൻറ്റർപ്റ്റ് ചെയ്തതായിരിക്കാം, ആ വ്യക്തി അങ്ങനെ ചെയ്തത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ പല പല രീതിയിലും ഈ സാധനത്തിൻ്റെ ഇതൊരു വാസ്റ്റായ വലിയ ടോപ്പിക്കാണ്. മനസ്സിലായോ? ഇങ്ങനത്തെ സംഭവങ്ങൾ സൊസൈറ്റിയിൽ കുറേ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യും വേണം. ഇതിന് നിയമപരമായിട്ടുള്ളൊരു കൺക്ലൂഷനാണ് വേണ്ടത്, നിയമത്തിലൊരു കൺക്ലൂഷനാണ് വേണ്ടത്. 40 വർഷം മുമ്പ് നടന്നൊരു ഇൻസിഡൻറ്റും കൊണ്ട് ഇപ്പോൾ ഒരു ലേഡി വരുന്നു. അവർക്ക് വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ വരും. അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും വരാം. ഒരു സ്ത്രീയിൽ നിന്ന് അനുഭവിച്ച പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരു പുരുഷന് 40 വർഷം കഴിഞ്ഞിട്ട് വന്നൂടെ? വരാം. അബ്യൂസ് എന്ന് പറഞ്ഞാൽ അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും അബ്യൂസാണ്. അത് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെൻ്റലി ആണെന്നുണ്ടെങ്കിലും അബ്യൂസ് നേരിട്ട് അവർക്ക് വരാം, അത് പറയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ട് സൊസൈറ്റിയിൽ, ഫേക്ക് ഏതാ ജെനുവിൻ ഏതാ മനസ്സിലാവാത്തൊരവസ്ഥ. ആ സിനാരിയോ വരുന്ന സമയത്ത് നിയമം എന്ത് ചെയ്യണം? ഇവിടെ കൃത്യമായി ഇൻവോൾവ് ചെയ്ത് ഫേക്ക് ഏതാണെന്നും ജെനുവിൻ ഏതാണെന്നുള്ളതും കൃത്യമായിട്ട് ആളുകൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കൊടുത്ത് 1-2 കേസുകളിൽ വളരെ കൃത്യമായിട്ടുള്ള വേർഡിക്റ്റ് കൊടുത്ത് വളരെ മാതൃകാപരമായിട്ട് നാട്ടുകാരുടെ മുന്നിൽ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ഇതാണ്, ഇതാണ്, ഇത് രണ്ടും മാറ്റണം, ഫേക്ക് ഇതാണ്, ഒറിജിനൽ ഇതാണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്താൽ ഫേക്ക് കേസുകൾ വരുന്നത്, അതായത് ഫേക്ക് കേസുകൾ വന്നത് പൊട്ടിപ്പൊളിയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫേക്ക് കേസ് കൊടുക്കാൻ എല്ലാവരും ഒന്ന് വായിക്കില്ലേ? പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞ വേറൊരു പോയിന്റ്, അതിനോട് ഞാൻ യോജിക്കുന്നു. പ്രൂഫ്, റീസെൻ്റ്ലി നടന്ന കാര്യങ്ങൾക്ക് പ്രൂഫ് വയ്ക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യത്തിന് എന്ത് പ്രൂഫ് കൊണ്ടുവരാനാണ്? ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ ഒരു പുരുഷനോ സ്ത്രീക്കോ അവരോട് നടന്നത് അബ്യൂസാന്നുള്ളത് മനസ്സിലാകാനുള്ള ഒരു ഇല്ല അവർക്ക്. വർഷങ്ങൾ കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞ് അവർ റിയലൈസ് ചെയ്യണം അന്ന് എനിക്ക് കിട്ടിയത് ഒരു അബ്യൂസായിരുന്നു. മനസ്സിലായോ? അതവർക്ക് പറയാനുള്ള സ്പേസുകളുണ്ട്. അപ്പോൾ ആ കാര്യത്തിനും പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പണിയോ. അവിടെയാണ് ഈ പറഞ്ഞത് നിയമം കൃത്യമായിട്ട് ഇടപെടണം എന്നുള്ളത്. റീസെൻ്റ്ലി നടന്ന കാര്യത്തിനൊക്കെ എന്താണെങ്കിലും പ്രൂഫ് വേണ്ടേ? പ്രൂഫ് തന്നെ കൊടുക്കണം. ഒരു പ്രൂഫും ഇല്ല, അതായത് ഫേക്ക് പ്രൂഫ് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഇതേപോലെ ഒരു വീഡിയോ എടുത്ത് വെച്ച് വന്നു കഴിഞ്ഞാൽ അത് പൊളിച്ച് വിടണം. ഓക്കെ, ആൻഡ് എഗെയിൻ ഞാൻ പറയുന്നു, ശ്രീലക്ഷ്മി അറക്കലിന് ഈ മീറ്റു റിലേറ്റഡ് ആയിട്ടൊന്നും സംസാരിക്കാനുള്ള ഒരു യോഗ്യതയില്ല. അത് സ്വന്തം ഫ്രണ്ടിനെതിരെ വന്നത് വെളുപ്പിച്ചെടുക്കുന്ന പരിപാടി നിർത്ത്. എന്നിട്ട് വന്നിട്ട് ഇതേപോലൊരു 24/7 സാറ്റലൈറ്റ് ചാനലിൽ വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കാം. ഓക്കെ, എന്ത് തരത്തിൽ 5 വയസ്സിലുണ്ടായ ഒരു അബ്യൂസ്, 5 വയസ്സിലുണ്ടായ ഒരു അബ്യൂസ് ഞാൻ എന്റെ പേഴ്സണൽ സ്പേസിൽ ഒരുപാട് പ്രാവശ്യം ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്നും അഡ്രസ് ചെയ്യാനായിട്ട് വന്നതുമല്ല ഇവിടെ. ബട്ട് 5 വയസ്സിലുള്ള ഒരു അബ്യൂസ് ഞാൻ ഇതേപോലെ ഒരു സോഷ്യൽ സ്പേസിൽ വർഷങ്ങൾക്ക് ശേഷം അഡ്രസ് ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് 16 വയസ്സായി കാണും. ഞാൻ ഈ പറയുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പുകളെയൊക്കെ കണ്ട് യൂറോപ്പിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായി, എനിക്ക് അറിയില്ലായിരുന്നു ഇത് അബ്യൂസ് ആണെന്ന്. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്പേസുകളിൽ നിന്നാണ് ഉണ്ടായത്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടത് ഇതിനെന്തെങ്കിലും പ്രൂഫ് വേണം. അപ്പൊ ഞാനെന്ത് പ്രൂഫ് ഉണ്ടാക്കാൻ പോകണം? 5 വയസ്സിൽ എനിക്ക് ഉണ്ടായ ആ ലക്ഷ്മിനോടൊന്നും ഉണ്ടായിരിക്കാൻ പറ. പുല്ല് അപ്പുറത്തിരിക്കുന്ന ലേഡി കാര്യപ്പെട്ട അവരുടെ ലൈഫിലുണ്ടായ ഒരു
ഒരു സിറ്റുവേഷനെ കുറിച്ച് ട്രോമയെക്കുറിച്ച് പറയുമ്പോൾ അപ്പുറത്ത് നിങ്ങൾ പി കേസിനെ കുറിച്ചാണ് പറഞ്ഞത്, പി കേസിനെ കുറിച്ചാണെന്ന് പറയുന്നത്. എന്തൊരു അലമ്പാണത്. ഇതിൻ്റെ പൊന്നെ, ഒരു ക്വാളിറ്റി വേണ്ട ഒരു മനുഷ്യനായ അതില്ല. പോട്ടെ. ഇപ്പം ഈ ലേഡി പറഞ്ഞൊരു കാര്യം, 5 വയസ്സിൽ അവരനുഭവിച്ചൊരു വിഷയം, അത് വിഷയം ഒരാരോപണമായിട്ടൊരു വ്യക്തിക്കെതിരെ കൊണ്ടുവരുമ്പോൾ ഡെഫിനറ്റ്ലി തെളിവ് ചോദിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി തെളിവ് ചോദിക്കും. അത് എത്ര വർഷം കഴിഞ്ഞ് പോകണമെന്നാലും തെളിവ് ചോദിക്കും. നേരം മറിച്ച് ആ വ്യക്തിയെ പറഞ്ഞ് അല്ലെങ്കിൽ ആ വ്യക്തിയെ എന്താ പറയുക, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതാണോ അല്ലേ എന്നുള്ളത് ആ വ്യക്തിയോട് ചോദിച്ച് കൃത്യമായ രീതിയിൽ അതൊരു അവയർനെസ് ആക്കി കൊടുത്ത് ഇനി വരും തലമുറയ്ക്ക്, കുട്ടികളിലേക്ക്, പാരൻസിലേക്ക് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചു, ഇനി നിങ്ങളെ മക്കളും നമ്മളെ മക്കളും സൊസൈറ്റിയിൽ ബാക്കിയുള്ളവർ അനുഭവിക്കാൻ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് ആയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് തിങ്കിങ്. അങ്ങനത്തെ ഒരു സാധനമാണ് ഇവിടെ വേണ്ടത്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ നടക്കുന്നത് എന്താ വെച്ചെങ്കിൽ, ശരിക്കും ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നിയമത്തിൽ ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ടും ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ചൊരു നിയമമില്ലാത്തത് കൊണ്ടും എല്ലാം കേസായിട്ട് പോകുന്നത് കൊണ്ടും 40, 30, 50 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ടാമത് വിളിച്ചു പറച്ചിൽ, മീറ്റു ആരോപണങ്ങൾ, ഇങ്ങനെ തുറന്നു പറച്ചിലുകൾ നടക്കുമ്പോൾ പലതും ജെന്യുവിൻ ആണെങ്കിൽ പോലും ആളുകൾ വിചാരിക്കുന്നത് ഫേക്കാണെന്നാണ്. ഗോട്ട് മൈ പോയിന്റ്. അപ്പം അത് ആ രീതിക്ക് കേസുകളായിട്ടോ അലിഗേഷനായിട്ടോ പോവാതെ അത് ആളുകളിലേക്ക് ഒരു അവയർനെസ് ആയിട്ടും ഒരു ഇൻഫർമേഷനായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റിയാൽ, പ്രോഗ്രസീവ് സ്പേസിലിരിക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് പറ്റിയാൽ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അതാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. കാരണം ഇവിടെ നിയമം വളരെ വീക്കാണ്, നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയാലും നിയമം കയ്യിൽ വയ്ക്കുന്നവർക്ക് അതിന് താല്പര്യമില്ല. അത് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇതിനൊരു റെമഡി ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്തിയില്ല. ഞാൻ നിങ്ങളോട് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ചിലപ്പോൾ 1000-കണക്കിന് ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഈ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുണ്ടാവുന്നത് ഈ മൊത്തം ആൾക്കാരെ നിങ്ങൾ ഡിനേ ചെയ്യാണ്. അത് നിങ്ങൾ നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത്. പരാതി വർഷങ്ങളായിട്ട് പരാതി കൊടുത്ത് 10 പരാതികൾ ഇപ്പോഴും പെൻഡിംഗ് ഉള്ളവരാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലേ? നിയമ സംവിധാനത്തിലെ വിശ്വാസമില്ല, കോടതിയിൽ വിശ്വാസമില്ല, പോലീസിൽ വിശ്വാസമില്ല. നിങ്ങൾ കൺക്ലൂഷനിലും ഞാനൊരു ഡിസ്കഷനിലാണ്. നിങ്ങൾ എത്തുന്ന കൺക്ലൂഷനിലേക്കാണ്, ഞാനൊരു കോൺവെർസേഷനിലാണ്. ഞാൻ എന്റെ കോൺവെർസേഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്യണം മാഡം? 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ പുരുഷൻ ജീവിതകാലം മുഴുവൻ റേപ്പിസ്റ്റ് എന്ന ചാപ്പയോടെ ജീവിക്കണോ? അയാൾ എങ്ങനെ ഡിസ്പ്രൂവ് ചെയ്തത്? 48 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അതേ സ്ത്രീയുടെ അതേ എക്സ്പീരിയൻസ് ഈ പുരുഷനുണ്ട്. അതുകൊണ്ട് അവൻ അഡ്രസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ആയിക്കോട്ടെ മാഡം, അയാൾ എന്ത് ചെയ്യണം? അയാൾ എങ്ങനെ കോൺവെർസേഷന്റെ ഭാഗം മുട്ടാത്തർക്ക് ആർഗ്യുമെന്റ് അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ക്ലാരിറ്റിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുട്ടാത്തർക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ സഹോദരനോ എന്റെ സഹോദരനോ നേരെ 48 വർഷം മുമ്പ് എന്നെ മീറ്റു ചെയ്തു എന്നൊരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു. അയാൾക്ക് എന്താണ് ലീഗൽ റീ? അതെ, എന്റെ സഹോദരനാണെങ്കിൽ ഞാൻ അയാളോട് വൃത്തമായി ഇരുന്ന് ചോദിക്കും, ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പത്തെ സൈഡും കേൾക്കാൻ തോന്നും, എന്തുകൊണ്ട് അവരത് പറഞ്ഞു. അല്ലാതെ ഞാൻ ആദ്യം എന്റെ ബ്രദർ പറഞ്ഞു ഇറ്റ് ഈസ് നോ, അവൻ നല്ലവനാണെന്ന് ഞാൻ വാദിക്കാൻ ശ്രമിക്കും. ആരും പറഞ്ഞില്ലല്ലോ. അത് അങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുന്നത്. പരാതി കൊടുക്കാതെ മീഡിയക്കാരെ റേപ്പിസ്റ്റ് എന്ന് വിളിക്കും. ഇയാൾക്ക് ഒരിക്കലും ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല. മരിക്കുന്നത് വരെ ഇയാൾക്ക് റേപ്പിസ്റ്റ് ചാപ്പയുണ്ടാകും. ഇയാൾക്ക് ഭാര്യയുണ്ട്, അവർ സ്കൂളിൽ ചാപ്പ കിട്ടിയിട്ടും ഇവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടോ? എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങാൻ ശ്രീലക്ഷ്മി അറക്കലിനുള്ള ഉത്തരം കൊടുത്തിട്ട് ബാക്കി ആ ലേഡി സംസാരിച്ച് രാഹുൽ ഈശ്വർ പറഞ്ഞേക്ക് വരാം. ഒരു പുരുഷനെതിരെ അയാളൊരു പി കേസ് പെട്ടു, അല്ലെങ്കിൽ ഒരു റേപ്പിസ്റ്റ് എന്നുള്ള രീതിക്ക് അയാൾ ടാഗ് ചെയ്യപ്പെട്ടു, അയാൾക്ക് വീണ്ടും അവസരം കിട്ടുന്നില്ല എന്നാണ് ശ്രീലക്ഷ്മി അറക്കൽ ചോദിക്കുന്നത്. ശ്രീലക്ഷ്മി അറക്കൽ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം, വിക്ടിംസിന് എപ്പോഴും അവരുടെ ഐഡൻറ്റിറ്റി വളരെ സേഫ് ഗാർഡ് ചെയ്ത് വെക്കാനുള്ളൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ കേസിലും വിക്ടിംസിൻ്റെ ഐഡൻറ്റിറ്റി വളരെ സേഫാണ്. ഇനി ക്രൈം ചെയ്ത സ്ത്രീകളാണെങ്കിൽ പോലും അവരുടെ മുഖം ഈ അടുത്ത കാലത്ത് വരെ ഇല്ല, എൻ്റെ അറിവിലില്ല, വളരെ ബ്ലർ ചെയ്തു അല്ലെങ്കിൽ മുഖത്ത് മൂടിയിട്ടൊക്കെ ആയിരുന്നു. റീസെൻ്റ്ലിയാണ് ഇപ്പോൾ കുറേ എല്ലാവരും ഒച്ചമൂളി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ സ്ത്രീകളെ മുഖം കാണിക്കാൻ തുടങ്ങിയത്, മീഡിയ ആണെങ്കിൽ പോലും. സോ പല വിഷയങ്ങളും സ്ത്രീകൾക്ക് ആ ഒരു ലക്ഷറി കിട്ടുന്നുണ്ട്.
ഇവിടെ ഫേക്ക് കേസുകൾ ആരോപിക്കപ്പെട്ട ആളുകൾക്ക് എന്താ കിട്ടുന്നത് നിങ്ങൾ പറ. ഈ ആർക്ക് റെയർ ഓഫ് ദ റെയറസ്റ്റ് കുറേ പേർക്ക് ഇവിടെ കുറേ ഓപ്പർച്യൂണിറ്റി കിട്ടി. അല്ലാതെ ആർക്കാ കിട്ടി? ഒന്നും വേണ്ട, നിങ്ങൾ ഈ ദിലീപിനെ തന്നെ എടുത്തു നോക്ക്. ചേങ്ങായിക്ക് വല്ല രീതിയിൽ ഇവിടെ ജീവിക്കാൻ പറ്റിയിരുന്നു. ഇപ്പം തന്നെ പടം ഇറങ്ങിയപ്പോഴോ ഇനി ഇറങ്ങുന്ന പടങ്ങൾക്കോ ഇനി അയാൾ ഫ്രീ ആയി എന്ന് പറഞ്ഞാൽ പോലും അയാൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? താനൊക്കെ വെറുതെ വിടുന്നുണ്ടോ അയാളെ? വീണ്ടും ആ പേര് വിളിക്കുന്നുണ്ട്, സിനിമ കാണില്ല, ബോയ്ക്കോട്ട് അടിക്കുന്നുണ്ട്. അയാൾ ചെയ്തു എന്നുള്ള പബ്ലിക്കിന് മുന്നിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഡയലോഗ് അവിടെ വന്നിരുന്നിട്ട് ചൊനത്താൻ നിൽക്കരുത്, മനസ്സിലായില്ലേ? ഇത് അറയ്ക്കലിനോടാണ്, അറയ്ക്കലിനുള്ള റിപ്ലൈ ആണത്. ഒന്ന്. ഇനി ആ ലേഡി പറഞ്ഞ കാര്യങ്ങൾ, ആ ലേഡിക്ക് ഉത്തരമില്ല. എങ്ങനെ ഉത്തരം കൊടുക്കാൻ പറ്റും? അപ്പോൾ ആ ലേഡി പറഞ്ഞൊരു കാര്യമുണ്ട്, 40 വർഷം മുമ്പ് അവരുടെ സഹോദരനോ അച്ഛനോ എതിരെ ഏതെങ്കിലും ഒരു സ്ത്രീ കൊണ്ടുവന്ന് മീറ്റു ആരോപണം കൊടുത്തു. രാഹുൽ ഈശ്വറിൻ്റെ ക്വസ്റ്റ്യൻ, എന്ത് ചെയ്യും, എങ്ങനെ പ്രൂവ് ചെയ്യും? അപ്പോൾ ആ ലേഡി പറഞ്ഞു, ഞാൻ ആദ്യം അനിയനോട് സംസാരിക്കും, അനിയനോട് സംസാരിച്ചതിന് ശേഷം ഞാൻ സ്ത്രീയോട് സംസാരിക്കും, അനിയൻ അത് ഡിനൈ ചെയ്താൽ സ്ത്രീ എന്ത് സിറ്റുവേഷനിലാണ് ഇത് പറയാനുണ്ടായെന്നുള്ളത് ഞാൻ അവരോട് ചോദിക്കും. വാട്ട്സ് നെക്സ്റ്റ് എന്ന് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്, അതിന് അവർക്ക് ഉത്തരമില്ല. വാട്ട്സ് നെക്സ്റ്റ് എന്താ? ആ സ്ത്രീ കൊണ്ടുപോയി കേസ് കൊടുക്കും. കേസ് കൊടുത്തോട് കൂടിയിട്ട് ഈ അനിയൻ 40 വർഷം മുന്നേ ചെയ്തു എന്നുള്ള രീതിക്ക് ഈ അനിയൻ എന്ത് ചെയ്യും? പബ്ലിക്കിന് മുന്നിൽ അത് ചെയ്ത് ഒരുത്തനായിട്ട് മാറും. പിന്നെ അതിൻ്റെ ബാഗേജും വെച്ച് കോടതി ഇറങ്ങി അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് പോലെ നടക്കുന്നുണ്ടേ. നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അതിർത്തി തർക്കത്തിൻ്റെ പേരിൽ പി കേസ് കൊടുക്കുന്ന നാടാണിത്, മനസ്സിലായോ? അതിർത്തി തർക്കത്തിൻ്റെ മുകളിൽ അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ട്. ഈ പി കേസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരം ഇത് കുട്ടികളെ കയറി എന്തോ ചെയ്തു എന്നാണ്. അല്ല, മതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയ കേസൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഗേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ കേസായിരിക്കും. അങ്ങനത്തെ ഒക്കെ കേസുകൾ ഇവിടെ ഉണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നാട്ടിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറേയൊക്കെ ആണുങ്ങളെ ഭാഗം പറഞ്ഞ ആൾക്കാർ സംസാരിച്ച് വരാൻ തുടങ്ങിയത് എന്താ? സഫർ ചെയ്യുന്നവരുടെ എണ്ണം കൂടി, ഫേക്ക് കേസ് കൊടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി, ഇപ്പുറത്ത് സഫർ ചെയ്യുന്ന ആണുങ്ങളുടെ എണ്ണം കൂടി. അല്ലാതെ ഇവിടെ ആരും സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഫെമിനിസത്തിനെതിരെ അല്ല. പിന്നെ ഈ വന്നിരിക്കുന്നവർക്കൊന്നും എന്താണ് ഫെമിനിസം എന്നുള്ളതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഇല്ലാതെ തോന്നുന്നു, മനസ്സിലായില്ലേ? പല ഫെമിനിസ്റ്റുകളും ഞാൻ കാണുമ്പോൾ എന്താ അറിയോ, മേക്കപ്പ് ഇട്ട് നടക്കുക. മേക്കപ്പ് ഇൻ ദ സെൻസ്, ഞാനിത് തെറ്റല്ല പറയുന്നത്, ഒരു എന്താ പറയുക, പ്രച്ഛന്ന വേഷ മത്സരം, മനസ്സിലായില്ലേ? അങ്ങനെയാണ് പലരും. അതായത് ഏതോ ഒരു ഫെമിനിസ്റ്റിൽ നിന്ന് ഫെമിനിസ്റ്റ് ഇങ്ങനെയാവണം, പൊട്ട്, മുടി, മാല, അവരുടെ ഡ്രസ്സിങ്, അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ, ഇതൊക്കെ സിമിലർ ആയിട്ടിരിക്കണം. അപ്പോൾ പണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു അക്കാഡമിയിൽ നിന്ന് പഠിച്ചു വന്ന ബാറ്റ്സ്മാൻമാർക്കൊക്കെ ഒരേ സ്റ്റാൻസ് ആയിരിക്കും, പക്ഷെ കളിക്കുന്ന ഷോട്ട്സ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ അഗ്രഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ നിൽക്കുന്നത് ഒരേപോലെ ആയിരിക്കും. അതേപോലെ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക തരം ഫാൻസി ഡ്രസ്സാണോ? അങ്ങനെ ഉണ്ട്. എടീ, ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാനൊരു ഫെമിനിസ്റ്റായി എൻ്റെ ലൈഫിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതെൻ്റെ അമ്മയായിരിക്കാം, പെങ്ങളായിരിക്കാം, എൻ്റെ ഭാര്യയായിരിക്കാം, ലവറായിരിക്കാം, ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ കൊച്ചു കുട്ടിയായിരിക്കാം. ഒരു സ്ത്രീക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ ചിന്തിച്ച് അതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഞാൻ വളരെ കെയർഫുള്ളായി ക്രാഫ്റ്റ് ചെയ്ത് എൻ്റെ ലൈഫിൽ ഞാനത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്ത് ഞാൻ അവർക്ക് എന്താ പറയുക, അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ജീവിക്കണമെങ്കിൽ അവർ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കെന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ഫെമിനിസ്റ്റായി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ല? അത് ഒരാണും ഒരു പെണ്ണൊക്കെ ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരു പെണ്ണിനും അങ്ങനെ ചിന്തിക്കാം. വേറൊരു സ്ത്രീ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ, അത് കിട്ടാതാവുമ്പോൾ അവർക്ക് പറ്റുന്നത് നമുക്ക് പറ്റുന്നത്, ഇത് മാത്രം ഇക്വേറ്റ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ചിന്തിച്ചൂടെ? അല്ലാതെ ഇതൊരുമാതിരി എന്താ പറയുക, ആണുങ്ങളെ മൊത്തം തീർക്കണം, ഇക്വാലിറ്റി, ആന, മണ്ട, ചേന, പൂന എന്നൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി കുറേ ഫാൻസി ഡ്രസ്സ് കഥാപാത്രങ്ങൾ വേറെ, അവരെ കൊണ്ടാണ് ഏറ്റവും വലിയ വിഷയം ഇവിടെ. ബാക്കി കാണാം. എല്ലാ മീറ്റും ഒരേ തൊഴുത്തിൽ കെട്ടുന്നതിനാ. എല്ലാ മീറ്റും ഒരു തൊഴുത്ത് കിട്ടുന്നത് എന്തിനാണ്? അങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞു പോണത് അങ്ങട്ടാ, ഇങ്ങോട്ട് വേടൻ്റെ അങ്ങോട്ട്. വേടനെതിരെ വന്ന മീറ്റ് മാത്രം തൊഴുത്ത് കെട്ടുന്നതല്ല, അത് വരാന്തേ കിട്ടുന്നതും മറ്റേ കുളിമുറി കിട്ടുന്നതുമാണല്ലോ. ഇങ്ങനെ ഒരു നിലപാടില്ലാത്തൊരു സ്ത്രീ, ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനൊരു ഐറ്റം
ഒരുമിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യര്, ജോലി എടുക്കുന്ന ആളുകളുടെ ഇടയിൽ ഈ ഇൻഫ്ലുവൻസിൽ ഒരുപാട് പേര് എഴുതി ഒപ്പിടാൻ പറ്റൂലല്ലോ. മേടിച്ചോളൂ, നിങ്ങളുടെ ഞങ്ങൾ ശാരീരിക ബന്ധത്തിന് തയ്യാറാണ്. ഒപ്പിട്ട് തരണം എന്ന് പറയുന്നത് പ്രായോഗികമാണ്, നല്ലത്. സംശയമില്ല. അപ്പോഴും ആശ മാഡം എന്ന് പറയുന്നത് അറിയാമോ, അങ്ങനെ ഒപ്പിട്ട് കൺസെൻറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വൺ ഡിസ്കഷനായി നിന്നല്ല കൺസെൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കൺസെൻറ്റ് എങ്ങനെയാണ്, ഒരാണെങ്ങനെ സ്ത്രീയുടെ കൺസെൻറ്റ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മേടിച്ചെടുക്കുന്നു, ആ കൺസെൻറ്റ് എന്ത് രീതിയിലാണ് അവർ സ്ത്രീ പുരുഷന് ആ ഒരു കൺസെൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പുരുഷൻ കൺവിൻസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞു വന്ന സമയത്താണ് ശ്രീലക്ഷ്മി അറക്കൽ അവിടെ ഇരുന്നിട്ട് എഴുതി മേടിച്ചോ എഗെയിൻ എഴുതി മേടിച്ചോ. എഗെയിൻ ഞാൻ വേടൻ്റെ കേസിലേക്ക് പോകും തിരിച്ച്. മനസ്സിലായില്ലേ? പിന്നെ ഒട്ടും സുഖം ഉണ്ടാവില്ല. കൺസെൻറ്റ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ മുകളിലാണ് അവിടെയും സംസാരം ഉണ്ടായത്. മനസ്സിലായോ? എഴുതി മേടിച്ചിരുന്നോ, അങ്ങനെ എഴുതി കൊടുത്തിരുന്നോ, മേടിച്ചിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. മേടിച്ചോ ഇത് പറഞ്ഞ് ശ്രീലക്ഷ്മി അറക്കൽ എഗെയിൻ വീണ്ടും ഉൾട്ടടിക്കുന്നുണ്ട്. ഒരു സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് പേപ്പറിൽ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട്, പേപ്പറിൽ അല്ലാതെ ട്രസ്റ്റിൽ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട്, ട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ടവർ മേടിക്കുക. നിങ്ങൾക്ക് സ്ത്രീകളെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക. കാരണം സ്ത്രീകൾക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് ഇതിനു മുമ്പ്. നേരത്തെ എഴുതി മേടിച്ചോ എന്ന് പറഞ്ഞ ആളിപ്പോൾ എന്തായി? അതായത് സ്ത്രീക്ക് സംശയമൊന്നുമില്ല, പുരുഷന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പുരുഷൻ എഴുതി മേടിച്ചോ. രണ്ട് രീതിയിലുള്ള ബന്ധമുണ്ട്. എന്നിട്ട് എഴുതി മേടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കൺസെൻറ്റ് എല്ലാവരും ഓക്കെ ആക്കിയിട്ട് എടുക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശ്രീലക്ഷ്മി അറക്കലൊന്ന് ഉറച്ച് നിൽക്കണേ. ഞാൻ ദയവ് ചെയ്ത് ചാനലുകളോടാണ് പറയുന്നത്, സ്ത്രീപക്ഷത്ത് നിന്ന് സംസാരിക്കാനുള്ളൊരു ക്വാളിറ്റി ഒന്നും ശ്രീലക്ഷ്മി അറക്കലിനില്ല. ഓക്കെ, ഇനി അവർ പേഴ്സണൽ ലൈഫിൽ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പുകൾ ചെയ്യണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇരുത്തി സംസാരിക്കാൻ മാത്രം ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ രീതിയിൽ എല്ലായിടത്തും ഒരേ സ്റ്റാൻഡ് വെക്കുന്ന, മനസ്സിലായോ? അതല്ല ശ്രീലക്ഷ്മി അറക്കൽ. ശ്രീലക്ഷ്മി അറക്കലിന് പല കാര്യത്തിലും പല സ്റ്റാൻഡാണ്, പല ടൈമിലും പല സംസാരമാണ്. അതിന് ഭയങ്കര ഡിഫറൻസ് പറഞ്ഞ് ഒരു സെക്കൻഡിൽ തന്നെ മാറ്റിയും പറയും. മനസ്സിലായില്ലേ? നേരത്തെ ഒപ്പിട്ട് മേടിച്ചോ എന്ന് പറഞ്ഞ ആളിപ്പോൾ പറയുക വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഒപ്പിട്ട് മേടിക്കുന്നത്. അപ്പുറത്തിരുന്നിട്ട് ഒപ്പിട്ട് മേടിക്കാൻ പറഞ്ഞത് ശ്രീലക്ഷ്മി അറക്കലാ. ഒപ്പിട്ട് മേടിക്കണം എന്ന് പറഞ്ഞ ആളിപ്പുറത്ത് പറയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഒപ്പിട്ട്. ആളുകൾ എന്താ ചെയ്യുക? അല്ല, ശ്രീലക്ഷ്മി അറക്കലിൻ്റെ കേസിൽ ഇങ്ങനത്തെയൊക്കെ വിഷയം വരുമ്പോൾ ആണുങ്ങൾ എന്ത് ചെയ്യും? സംഗതി മനസ്സിലാവുന്നുണ്ട് പ്രശ്നം എന്താണെന്നുള്ളത്. ശ്രീലക്ഷ്മി അറക്കലിന് ലൈഫിൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറിൽ നിന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഫാക്ടർ ശ്രീലക്ഷ്മി അറക്കലിന് അത്രത്തോളം എന്താ പറയുക, നല്ല കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ അല്ല ലൈഫിൽ തന്നത്. അപ്ബ്രിങ്ങിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ജീവിച്ച് ഈ സൊസൈറ്റിയിൽ വന്ന് നിൽക്കുമ്പോൾ വീണ്ടും ഈ ആൺവിരോധം എന്തിനെടുത്ത് വെച്ച് സംസാരിക്കുന്നത്? നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയല്ലേ? നിങ്ങൾ സ്വയം ലോകം കണ്ട ലേഡിയാന്ന് പറയുന്നു, ആളുകൾക്ക് വേണ്ടി സംസാരിക്കാൻ നിൽക്കുന്നു. കമോൺ, നിങ്ങൾ ഈ വേടൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ പോലെ തന്നെ കുറച്ച് ആണുങ്ങളെയും കാണാൻ നോക്ക്. നിങ്ങളെ വേടൻ്റെ ക്വാളിറ്റീസ് ഒന്നും എടുത്ത് കാണരുത്. ആ കൊടുക്കുന്ന ഒരു കൺസിഡറേഷനിൽ നിങ്ങൾ ബാക്കി ആണുങ്ങളെയും കൂടി കുറച്ച് ആണുങ്ങളെടുത്ത് കാണാൻ നോക്ക്. ഒന്നും വേണ്ട, ഈ മരിച്ച ദീപക്കിനെ നിങ്ങളൊന്ന് നോക്ക്. അത്രമാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഇതും ചെയ്യില്ല. അപ്പൊ ആ സ്ത്രീ അക്യൂസ്ഡ് ആണല്ലോ. അപ്പൊ ആ സ്ത്രീനെ കോടതിയുടെ മുന്നിൽ ഫയർ ട്രയലിന് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കേരള പോലീസിന്റെയാണ്. ആ സ്ത്രീയുടെ ജീവനും സ്വത്തും സംരക്ഷണ ഉത്തരവാദിത്തം ഉണ്ട്. അല്ലാതെ മാത്രമല്ലോ, അല്ല, എല്ലാ പുരുഷന്മാർക്കും പുരുഷന്മാരെ വലിച്ചു കയറുമ്പോൾ മാഡത്തിന് പ്രശ്നമില്ല. അതായത് അവിടെയും ശ്രീലക്ഷ്മി അറക്കലുണ്ട്. ഞാൻ നിർത്തി, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇവിടെ ഈ മാഡം പറയുന്നുണ്ട്, ഫെയർ ട്രയലിന് ഈ ലേഡിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സ്പേസ് കൊടുക്കണം. പോലീസ് ഇവർക്കൊരു ഫെയർ ട്രയലിനുള്ള സ്പേസ് ഉണ്ടാക്കണം നിർബന്ധമായിട്ട്. മീഡിയ അടക്കം ആ ലേഡി ഒരു സ്ത്രീ ആവുമ്പോൾ, സ്ത്രീയാണ് ക്രിമിനൽ അല്ലെങ്കിൽ സ്ത്രീയാണ് ഈ ക്രൈം ചെയ്തതെന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ഫെയർ ട്രയലിന് വേണ്ടി അവരുടെ ഡിഗ്നിറ്റി, ഐഡൻറ്റിറ്റി ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് ആണിന് കിട്ടുന്നില്ല എന്നുള്ള സൊസൈറ്റിയിലൊരു ചോദ്യം. ദാറ്റ്സ് എ റെലവൻറ്റ് ക്വസ്റ്റ്യൻ. പല വിഷയങ്ങളിലും കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകളുണ്ട്, അബദ്ധത്തിൽ പെട്ടുപോകുന്ന പുരുഷന്മാരുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് പോലും കിട്ടാത്തൊരു ഫെയർ ട്രയൽ ഐഡിയ സ്ത്രീക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എവിടുന്ന് കൊണ്ടുവരുന്നു വേണം?
എവ്രി ഹ്യൂമൻ ഷുഡ് ഗെറ്റ് ഇറ്റ്. എല്ലാ മനുഷ്യന്മാർക്കും ഈ ഫെയർ ട്രയൽ കിട്ടണ്ടേ? അങ്ങനെയല്ലേ വേണ്ടേ? ഇവിടെ അതാണോ സംഭവിക്കാറ്? നിങ്ങളടക്കം ആ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പല മേജർ കേസുകൾ വരുന്ന സമയത്തും അപ്പുറത്ത് ഓപ്പോസിറ്റ് ക്രൈം ചെയ്തു എന്ന് പ്രൈമ ഫേസിൽ ചൂണ്ടിക്കാണിക്കുന്ന ആളെ നിങ്ങൾ ഈ പറഞ്ഞ ഫെയർ ട്രയലിന് വിടുന്നതിന് മുമ്പ് നിങ്ങൾ അയാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ ആ ഫെയർ ട്രയലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവൂ? ഒന്നും വേണ്ട. ദിലീപിൻ്റെ കേസിൽ തന്നെ നേരത്തെ ശ്രീലക്ഷ്മി അറക്കലവിടെ കിടന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. ട്രയലും കഴിഞ്ഞ് കോടതിയും വെറുതെ വിട്ടിട്ട് ഇപ്പോഴും വിടാതെ പിന്തുടർന്ന് മറ്റേ പേരും വിളിച്ചുകൊണ്ടിരിക്കുക. ഫെയർ ആണോ? ഫെയർ ആണോ? അപ്പം നിങ്ങൾ ചെയ്യുന്നതൊന്നും ഫെയർ അല്ല. പക്ഷെ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഫെയർ ആവണം എന്നാണ്, സിസ്റ്റത്തിനോടും ആളുകളോടും ബാക്കിയുള്ള നാട്ടിലുള്ളവരോടും. അതെങ്ങനെ സാധിക്കും? ആദ്യം യു ഹാവ് ടു സെറ്റ് ആൻ എക്സാമ്പിൾ. നിങ്ങളൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യും. ഇവിടെ സോ കോൾഡ് ഫെമിനിസ്റ്റുകൾ എല്ലാവരും കൂടി ചേർന്നൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളവരോട് ചെയ്യാൻ പറ. അങ്ങനെയല്ലേ വേണ്ടേ? അത് നടക്കുന്നില്ല ഇവിടെ. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എന്താ പറയുക, സ്ത്രീ എന്ന് പറയും. ഇപ്പോൾ ഞാൻ തന്നെ ഈ വിഷയം വേറെ കുറച്ച് ആൾക്കാരോട് ഡിസ്കസ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇനിയും സംസാരിക്കുന്ന വ്യക്തിയെ ഇനിയും സംസാരിക്കും. മനസ്സിലായോ? പക്ഷേ ഈ ദീപക് കേസിലേക്ക് വരുന്ന സമയത്ത് ഈ വ്യക്തിയെ നിങ്ങൾ എന്തിനാണ് ഈ തരത്തിലിരുന്ന് തരം താഴ്ത്തി സംസാരിക്കുന്നത്? പറയുമ്പോൾ എങ്ങനെ പറയും, അയ്യോ ദീപക്കിനെ ഞങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് ദീപക്കിൻ്റെ കേസിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഇത് എന്താ പറയുക, റെയർ ഓഫ് ദ റെയറസ്റ്റ് കേസാണ്. എന്ത് റെയർ ഓഫ് ദ റെയറസ്റ്റ്? തേങ്ങാക്കോലയാണ് റെയർ ഓഫ് ദ റെയറസ്റ്റ്. നാട്ടിലിറങ്ങി ഒന്ന് അന്വേഷിച്ചാൽ മതി. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ കേസുകൾ ആണുങ്ങളെ തലയിൽ വെച്ച് കെട്ടുന്നത് സ്ത്രീകളാണ്, ഫേക്ക് കേസ്. അതും പ്രത്യേകിച്ച് വിവാഹമോചന കേസുകളൊക്കെ നിങ്ങളൊന്ന് എടുത്തു നോക്കും. ഡിവോഴ്സിന് കൊടുത്തിട്ടുള്ള പേപ്പറിലൊക്കെ എന്തൊക്കെ ഒരെണ്ണം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവുക. ആണിന് ജീവിക്കണ്ടോ എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ എഴുതി പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനത്തെ നാടിൻ്റെ പോക്ക് അവിടേക്കാണ്. രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? ഞാൻ ആർക്കെങ്കിലും ഇല്ല. അവരുടെ മൈൻഡ് സെറ്റ് അറിയോ? അതുകൊണ്ട് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ് അതെങ്ങനെ മാഡത്തിന് അബ്യൂസറുടെ മൈൻഡ് സെറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്ന് നിന്ന് അവന്റെ കൈ അനങ്ങിയാൽ നമുക്കറിയാം. അതെ മാഡം, അത് ദീപകിന്റെ വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം. വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് എനിക്കറിയാം. ഇല്ല, ഞങ്ങൾ ആരുമല്ല കോടതി. ശ്രീലക്ഷ്മി അറക്കലിൻ്റെ തറവാട് കോടതിയും ശ്രീലക്ഷ്മി അറക്കൽ അവിടെ ജഡ്ജും. എന്ത് ചെലപ്പാണിത്! ചോദിച്ചാ ഇനിയാണ് കോടതി. ഇവർ പറഞ്ഞ ഒരു കാര്യം, ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അവർക്കറിയാമെന്നാണ് അവർ പറയുന്നത്. അതായത് സ്ത്രീകളെന്ന് എടുത്ത് പറയണ്ട, അവർക്കറിയാം. കാരണം എല്ലാ സ്ത്രീകളുടെയും കൂടി മൊത്തത്തിലുള്ള സാധനം എടുത്ത് പറയേണ്ട ആവശ്യം അവർക്കില്ല. ഓക്കെ, അവർ പറയുന്നത് അങ്ങനെ വരുന്നൊരു ക്രിമിനൽ മൈൻഡുള്ളൊരു മനുഷ്യൻ്റെ മനസ്സ് അവർക്ക് മനസ്സിലാവും, കൈ അനങ്ങിയാൽ മനസ്സിലാവും എന്നൊക്കെയാണ് പറയുന്നത്. അബ്യൂസ് ചെയ്യാൻ വരുന്നൊരു വ്യക്തിയാണ് ഒരു അബ്യൂസറാണ് എന്നുള്ളത് ആദ്യമേ ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരു കൈ പൊങ്ങിയാൽ മനസ്സിലാവും എന്ന് പറയുമ്പോൾ ആ മൈൻഡ് സെറ്റ് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, ലെറ്റ് മീ ടെൽ ദിസ്, ലൈക്ക് എന്താ പറയുക, വെരി അൺകംഫർട്ടബിൾ ആക്കിയിട്ട് അവരെ ഒരു സിറ്റുവേഷനിലേക്ക് തള്ളിയിടുന്ന ഒരു വ്യക്തി ആ ആക്ട് ചെയ്യാൻ വരുന്നതിന് മുമ്പ് അയാളുടെ ലുക്ക് കണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യൂ, അയാളുടെ അപ്പിയറൻസ് നോക്കി ജഡ്ജ് ചെയ്യൂ. ദെൻ ഇറ്റ്സ് റോങ് തിങ്. എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നെ അതെങ്ങനെ ഈ ദീപക് കേസുമായിട്ട് കണക്റ്റ് ആവും? അതെങ്ങനെ? കാരണം നിങ്ങൾ ആ സിറ്റുവേഷനിൽ പോയിട്ടില്ല. വേണം നിങ്ങൾ അല്ല, ഷിഞ്ചിത നിങ്ങളല്ല. ഓക്കെ, ഷിഞ്ചിത ഇട്ട ഒരു എഡിറ്റഡ് വീഡിയോ മാത്രമാണ് പൊതുസമൂഹത്തിൽ ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളത്. ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ദീപക്കിനെ മനസ്സിലാക്കുന്നു എന്നുള്ള പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റില്ല. രാഹുൽ ഈശ്വറിനോട് നിങ്ങൾക്ക് എങ്ങനെ ഈ ചോദ്യം ചോദിക്കാൻ പറ്റും? ഒരു അബ്യൂസറിൻ്റെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. നമുക്കെങ്ങനെ ഒരാളുടെ മൈൻഡ് സെറ്റ് മനസ്സിലാവുക? ഒന്നില്ലെങ്കിൽ നമ്മൾ അയാളിൽ നിന്നത് അനുഭവിക്കണം, അല്ലെങ്കിൽ നമ്മൾ അയാളെ ആദ്യമേ എന്ത് ചെയ്യണം? പ്രെഡിക്റ്റ് ചെയ്യണം. ആ പ്രഡിക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ഒന്നില്ലെങ്കിൽ അയാളുടെ ഔട്ട്ലുക്കിലായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ ബോഡി ലാംഗ്വേജിലായിരിക്കും. അപ്പം നിങ്ങൾ ഓൾറെഡി ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ തലയിൽ കയറ്റിയിരിക്കുകയാണ്. ബസ് കയറുമ്പോൾ ഇന്ന രൂപസാദൃശ്യമുള്ള ആളുകൾ ഇങ്ങനെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരാണ്. അതുതന്നെയാണ് ഡേഞ്ചർ. ആ മനോഭാവമാണ് ഡേഞ്ചർ. കാരണം നിങ്ങൾ ഈ മനോഭാവത്തിൽ നിങ്ങളൊരു ബസ്സിൽ കയറുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ മൈൻഡ് സെറ്റിലാണ് ഒരു ബസ്സിലേക്ക് കയറുന്ന നിങ്ങൾക്ക് ഒരാൾ തുമ്മിക്കഴിഞ്ഞ് നിങ്ങൾ ആ തുമ്മിയ കൈ നിങ്ങളെ മേത്ത് കെട്ടിയത് നിങ്ങൾക്ക് അത് അബ്യൂസായിട്ട് തോന്നും.
തിരിയുന്ന വഴിക്ക് ഒരാണ് കയ്യോ കാലോ ദേഹത്ത് നിങ്ങളെ മുട്ടിയാൽ അത് നിങ്ങൾക്ക് അബ്യൂസായിട്ട് തോന്നും. എന്തിന് 2 സെക്കൻഡ് ഒരാണ് നിങ്ങളെ നോക്കിയാലടക്കം നിങ്ങൾക്ക് അതൊരു അബ്യൂസായിട്ട് തോന്നും. കാരണം നിങ്ങളെ മൈൻഡ് നിറച്ച് ഇതാണ്. ചുറ്റുപാടുമുള്ള ഏതൊരാളാണ് ഇങ്ങനത്തെ മൈൻഡ് സെറ്റിലുള്ള ഏതാണ് അവൻ, ഇര പിടിക്കാൻ നടക്കുന്ന പോലത്തെ മൈൻഡ് സെറ്റാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ പേടിക്കണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞ മൈൻഡ് സെറ്റുള്ള സ്ത്രീകളെ മുന്നിൽ നമ്മൾ വന്ന് വെട്ടാനുള്ള അവസ്ഥ എന്താ? നമുക്ക് രക്ഷയില്ല. മനസ്സിലായോ? ഒരു 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 വകയ്ക്കും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഏത് രീതിക്ക് എന്ത് സെൻസിൽ എപ്പോൾ എങ്ങനെ എടുക്കും എന്നുള്ള പറയാൻ പറ്റും. ഒരു നോട്ടം നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാം, ഒരു തട്ടലോ മുട്ടലോ നിങ്ങൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഇതേ മൈൻഡ് സെറ്റാണ് ഷിഞ്ചിതയ്ക്ക് എന്നുണ്ടെങ്കിൽ മുന്നിൽ നിന്ന സ്ത്രീയെ ബാക്കിൽ നിന്ന ദീപക്ക് എന്തോ ചെയ്യാൻ ശ്രമിച്ചു. ബിക്കോസ് അയാളുടെ ബോഡി ലാംഗ്വേജ്, മനസ്സിലായി? അയാളുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ അയാളെ ജഡ്ജ് ചെയ്തു ദീപക്കിന് ഷിഞ്ചിത എന്നിട്ട് അതിന് ശേഷം ആ ജഡ്ജ്മെൻറ്റിന് ശേഷം ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ്, ഇയാൾ മറ്റേ ആ കുട്ടിയെ ഫ്രണ്ടിൽ എന്തോ ചെയ്തു, ഇനി എന്നെ ചെയ്യുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി നിന്ന് കൊടുക്കുകയാണ്. അതാ റോങ് ആണ് ആ സാധനം. ഇങ്ങനെ നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും നാളെ മുതൽ സ്ത്രീകൾ ഞങ്ങളെ ട്രാപ്പാക്കാൻ നടക്കുന്നവരാണേ, നമ്മൾ പെട്ടുപോയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ഓൾറെഡി ചിന്തിക്കേണ്ട വക്കിക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനത്തെ വിഷമാണ് നിങ്ങൾ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് പേടിയാവാതിരിക്കുകയൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ആണുങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ സൊസൈറ്റീൻ്റെ ബാലൻസ് എന്താ? ഒരു ഇക്വിലിബ്രിയം പോവില്ലേ? അതും കീപ്പ് ചെയ്യേണ്ടത് ഞങ്ങൾ ആണുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ, നിങ്ങളതല്ല, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോഴും അത് കീപ്പ് ചെയ്യേണ്ടത്. കൊള്ളാലോ ആ കളി, അടിപൊളിയാണ്. ഇവിടെ ഒരു പുരുഷനും വന്ന് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ പുരുഷന്മാരെങ്ങനെ, പ്രത്യേകിച്ച് മലയാളികളിൽ ആണുങ്ങളെങ്ങനെ പെട്ടെന്ന് നമ്മൾ കയറിയിട്ട് ആരുടെയെങ്കിലുമൊക്കെ മകനോ ഏട്ടനോ അനിയനോ ഒക്കെ ആവും. ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തു നിന്നോ ഒരു സ്ത്രീക്ക് ഒരു അബ്യൂസ് നേരിടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നമ്മൾ പാവാടകളാവും. അങ്ങനെയാണല്ലോ സൊസൈറ്റി പറയുക, സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവരെ പാവാടകൾ. അങ്ങനെ പാവാടകളാവുന്ന ഇഷ്ടംപോലെ ഏട്ടായിമാരുള്ള നാടാണ് കേരളം. അവിടെ ക്യാമറ പൊക്കി പിടിക്കുന്നതിന് മുന്നേ അടുത്ത സീറ്റിലുള്ള ചേട്ടനോട്, ചേട്ടാ ഇവൻ ഇന്നെങ്ങനെ കാണിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അടി പൊട്ടിക്കുക ചേട്ടാ മറ്റവന് മൂന്തയ്ക്ക്. അപ്പുറത്തുള്ള ആളെ ചള്ളടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവും. ലൈഫിൽ ഇന്നേ വരെ ഒരുത്തനും തല്ലാത്തവനാവും. പക്ഷേ ഇപ്പുറത്തിരിക്കുന്ന സ്ത്രീ പറയുകയാണ്, ചേട്ടാ ഇന്ന ഇയാൾ വൃത്തിയായിട്ട രീതിയിൽ തൊട്ടു എന്ന് പറഞ്ഞാൽ അപ്പം വീണ്ടുണ്ടാവും അടി അവൻ്റെ മുഖത്ത്. അങ്ങനത്തെ ഒരു നാടാടേ കേരളം. കേരളത്തിലെ ആണുങ്ങൾ അങ്ങനെ എനിക്ക് 100% പറയാൻ പറ്റും. അല്ലാതെ ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ മാറി അങ്ങനെ ഇരിക്കുന്നൊന്നുമില്ല, അങ്ങനെ ഇരുന്നിട്ടും ഉണ്ടാവില്ല ആരും. റെയർ ഓഫ് ദ റെയറസ്റ്റ് ആവും അങ്ങനെ മാറിയിരുന്നവർ. എന്നാലും ഒരു 10 ആണുങ്ങളുള്ളതിൽ ഒരുത്തെങ്കിലും ഉണ്ടാവും തിരിച്ച് ചോദ്യം ചെയ്തൊന്ന് പൊട്ടിക്കാൻ. ആ സമയത്ത് ഇതൊന്നും നോക്കാതെ 7 വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയയിലിട്ട് ഞാൻ ഇതാ സൊസൈറ്റിക്ക് ഇയാൾ എറിഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഷിഞ്ചിതയാണ് നിങ്ങളുടെ ഹീറോ എന്നുണ്ടെങ്കിൽ, അവരുടെ മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ യു നീഡ് ട്രീറ്റ്മെൻറ്റ് എന്നേ ഞാൻ പറയുള്ളൂ. യു ബ്ലഡി നീഡ് ട്രീറ്റ്മെൻറ്റ്. ബിക്കോസ് നിങ്ങളെ കണ്ണിൽ ആണുങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങുന്നത് തന്നെ ഒരുമാതിരി എന്താ പറയുക, ബോർഡർ ലൈനിൽ ഇങ്ങനെ വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങളൊരു ബോർഡർ ലൈനിലാണ് ആളുകളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലൈൻ്റെ മുകളിലോട്ടോ താഴോട്ടോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ജഡ്ജ് ചെയ്യും അപ്പം തന്നെ. മുകളിലോട്ട് പോയാൽ അപ്പം അയാൾ അബ്യൂസർ, താഴെ പോയാൽ അവനൊരു അന്തർമുഖൻ, എന്നാലും അവനൊരു എന്തോ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും, ജഡ്ജ് ചെയ്ത് തുടങ്ങും. ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ. കാരണം ഇത് എവിടുന്ന് പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സീനാണ്. പൊതുയിടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചത് ഒരു ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാഗത്ത് നിന്ന് മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായാൽ അവിടെ ഇരിക്കുന്ന പുരുഷന്മാരൊന്നും അതിനെതിരെ പ്രതികരിക്കാത്തവരാണെന്ന് നിങ്ങൾ പറയാൻ പറ്റും നിങ്ങൾക്ക്? അല്ല, തെറ്റാണ്. ഞങ്ങളൊക്കെ നാട്ടിൽ പൊതുയിടങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകളാ. നാളെയും പൊതുയിടത്തിൽ ഒരു സ്ത്രീക്ക് മോശമായ അനുഭവം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യും ഞങ്ങളടക്കമുള്ള ആളുകൾ. പക്ഷെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ പോലുള്ള ആളുകൾ പോകരുതെന്ന് പറയുന്നത്. സംശയത്തിന്റെ ആനുകൂല്യം എനിക്ക് അവർക്ക് കൊടുത്തേ പറ്റൂ ഒരു സ്ത്രീ സംശയത്തിൻ്റെ ആനുകൂല്യം ആണുങ്ങൾക്കും കിട്ടണം, പെണ്ണുങ്ങൾക്കും കിട്ടണം, ഏതൊരു മനുഷ്യനും കിട്ടണം. ക്രിക്കറ്റിൽ വരെ ലൈൻ ബിലോങ്സ് ടു എംപയറാണ്. സംശയത്തിൻ്റെ ബെനിഫിറ്റ് ഗോസ് ടു ബാറ്റ്സ്മാനോ ബോളറോ തീരുമാനിക്കേണ്ടത് എംപയർ. അപ്പോൾ ഇവിടെ എംപയർ ജഡ്ജാണ്. പോട്ടെ, അത് തീരുമാനിച്ചു പോട്ട്. അതിനിടയിൽ ഈ ശ്രീലക്ഷ്മി ഇറക്കില്ല. ഇവിടെ പ്രതികരിക്കുന്ന ആണുങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല, ഇല്ല.
എങ്ങനെ പ്രതികരിക്കും ഒരാൾ? ശ്രീലക്ഷ്മി അറയ്ക്കലിൻ്റെ കാര്യത്തിൽ പ്രതികരിക്കാൻ പേടിയായിരിക്കും. കാരണം പ്രതികരിച്ചവൻ നാളെ പ്രതിയാവും. അതല്ല ഐറ്റം. അപ്പോൾ ആരെയും പ്രതികരിക്കും. കയ്യിലിരിപ്പുകൊണ്ടാണ്, വേറൊന്നും ഉണ്ടല്ലോ. വായനാവും കയ്യിലിരിപ്പും, അതാണ് വിഷയം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആരും പ്രതികരിക്കാൻ പറ്റില്ല, പേടിച്ചിട്ടാണ് വരാത്ത. അതങ്ങനെ കൂട്ടിയാൽ മതി. അല്ലാത്ത പക്ഷം ഇവിടെ ഒരു സ്ത്രീക്ക് ഒരു എന്തെങ്കിലും പബ്ലിക്കിലൊരു വിഷയം ഉണ്ടായാൽ ആണുങ്ങളാരും പ്രതികരിക്കില്ല, എല്ലാവരും കൈയും കെട്ടി നോക്കിയിരിക്കുന്നു. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അത് ആ ലേഡി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അപ്പുറത്ത് മാം പറയുന്നുണ്ട് സൗമ്യ കേസിൽ ആരാ അവിടെ ഉണ്ടായിരുന്ന ആ ടൈമിൽ എന്നുള്ളത് മാഡം കൂടി ഒന്ന് ആ കേസ് ഫുള്ള് പഠിച്ചിട്ടൊന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. ചുമ്മാ ഇരുന്ന് അങ്ങോട്ട് എന്തെങ്കിലും വിളിച്ച് പറയുക. അതായത് ഇവിടുത്തെ വിഷയം ഞാൻ പറയുന്നത് എല്ലാ സ്ത്രീകളുമല്ല, ചില സ്ത്രീകൾക്ക് ഇപ്പോഴും ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ദീപക് വിഷയത്തിൽ ഞാനടക്കമുള്ള ആണുങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിലൂടെ ഇവിടെ ഒരു മെയിൽ ഡോമിനൻസി ക്രിയേറ്റ് ആവും. ഓക്കെ. മെയിൽ ഡോമിനൻസി എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ഇമ്പാക്റ്റ് ആവും. നാളെ ഞങ്ങൾ സ്ത്രീകൾ, ഞങ്ങളുടെ കേസുകൾ, ഞങ്ങൾ അടിമകളാവും. ഇവിടെ അതല്ല. ദീപക് കേസ് ഈസ് എ ഡിഫറെൻറ്റ് സിനാരിയോ. നിങ്ങളത് അങ്ങനെ എടുക്ക്. എന്തിനാണ് നിങ്ങളിത് എല്ലാ കേസിൻ്റെ തൊഴുത്തിലും കൊണ്ടുപോയിട്ട് ദീപക് കേസ് കെട്ടാൻ നിൽക്കുന്നത്? ഏതെങ്കിലും, ഞാൻ കഴിഞ്ഞ വീഡിയോ പറയും, ഏതെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും ഒരു മൈക്രോ മില്ലിയെങ്കിലും ഷിംജിത എന്ന് പറഞ്ഞിട്ടുള്ള ആ ലേഡിയെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പ്രൂഫോ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസ് എന്ത് ചെയ്യും? മാക്സിമം അവരെ ആ സൈഡിലേക്ക് അത് കോർണർ ചെയ്ത് പോവും. ഒരിക്കലും അതെന്ത് ചെയ്യില്ല, റിമാൻഡ് റിപ്പോർട്ട് അടക്കം ഇവർക്കെതിരെ വരില്ല. അപ്പം അതിനർത്ഥം എന്താ? സ്ത്രീകളുടെ ഇടയിലും വാണ്ടഡ്ലി ഒരാളെ താറടിച്ച് കാണിക്കാൻ, ഒരാളുടെ ജീവിതം ഇല്ലാതാക്കാൻ, അതിലൂടെ സോഷ്യൽ മീഡിയ ഫെയിം എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അതിലൂടെ ആളാവാൻ, മനസ്സിലായോ? സൊസൈറ്റിയുടെ മുന്നിൽ ആളാവാൻ വേണ്ടി നടക്കുന്ന ഇഷ്ടം പോലെ, അല്ലെങ്കിൽ സെൽഫ് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടി നടക്കുന്ന ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട്. അവരെ നിങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്ത്. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. സൊസൈറ്റിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ബാക്കി സ്ത്രീകളോട് റെസ്പോൺസിബിലിറ്റി, സ്ത്രീകൾക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത് സ്വയം വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ബോധവും ബുദ്ധിയും വിവരവും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങളെ കൂട്ടത്തിലെ കൾപ്രിറ്റുകളെ മാറ്റി നിർത്തി നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റപ്പെടുത്തണം. ആണുങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ക്രൈം ചെയ്യുന്ന, കൊടൂരമായ ക്രൂരകൃത്യം ചെയ്യുന്ന ആണുങ്ങളെ സൊസൈറ്റിയിൽ നിന്ന് എപ്പോഴും ആണുങ്ങളടക്കാണ് ഒറ്റപ്പെടുത്താറ്. നമ്മളൊക്കെ വന്ന് അവരെതിരെ സംസാരിക്കാറ്. അവിടുത്തെ ചാനൽസ് അങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകൾ എന്നും നിങ്ങൾ സേഫ് ഗാർഡ് ചെയ്യരുത്. അതൊരു മാതൃകയല്ല. അതിലൂടെ നിങ്ങളൊന്നും നേടാനും പോകുന്നില്ല. ബാക്കി ഇനി എന്താ പറയുക, ഇനി കമ്മിങ് നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വാള് വെച്ച് എല്ലാ സ്ത്രീകളെയും ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് എന്താ? അത് നിങ്ങൾക്ക് ഭയങ്കര തിരിച്ചടിയായിരിക്കും ഭാവിയിൽ. ഭയങ്കര സീനായിരിക്കും. ഇപ്പം തന്നെ നോക്കും നിങ്ങൾ ഈ ദീപക് കേസിൽ തന്നെ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ശ്രീലക്ഷ്മി അറയ്ക്കലിനെ പോലുള്ളവരോടാണ് പറയാനുള്ളത്. പറയാനും സംസാരിക്കാനും ഒക്കെ ഈ കുറേ തെറി വിളിക്കാനോ അല്ലെങ്കിൽ ഒച്ചയും വിളി ഉണ്ടാക്കാനോ എന്നുണ്ടെങ്കിൽ ആർക്കും പറ്റും. 4 പോയിന്റ് പറഞ്ഞ് പിടിച്ച് നിൽക്കാനാണ് പാട്. നിങ്ങൾക്ക് പറ്റിയൊരു പണിയുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടോ. ആ എഴുത്തിൽ പിന്നെയും കുറച്ചെങ്കിലും ലോജിക്ക് തോന്നുന്നുണ്ട് എവിടേക്കോ ഐ മീൻ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. അല്ലാതെ വീഡിയോയിലും ചാനലിലും വന്നിരുന്നിട്ട് വെടലത്തരം വിളിച്ച് പറഞ്ഞാൽ വീണ്ടും ഏറെ തന്നെ പോയിരിക്കേണ്ടി വരും. പിന്നെ എന്താ പറയുക, ഏറെ പോയി ലാസ്റ്റ് ബിഗ് ബോസ് കയറാന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അതിലും കൂടുതലൊന്നും സംഭവിക്കില്ല. പിന്നെ അവിടെ കിടന്ന് ഏറെ പോവാം, വേറെ എന്ത് ചെയ്യാനാ? കൊള്ളാം. എന്താണെങ്കിലും തമ്മിൽ SKൻ്റെ നല്ല ഇതേപോലത്തെ ചർച്ചകൾ നടക്കട്ടെ. കുറേയൊക്കെ എക്സ്പോസ്ഡ് ആവും, കുറേയൊക്കെ നമുക്ക് ആളുകളെ കൂടുതൽ ചർച്ചകളിലൂടെ മനസ്സിലാക്കാം. അവർ വെക്കുന്ന ഒരു ടോൺ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാനിവിടെ ഈ രാഹുൽ ഈശ്വരൻ ടീമിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യുക, വെളുപ്പിക്കുന്ന പരിപാടി ഞാൻ ചെയ്യില്ല. ബിക്കോസ് അവർക്ക് വേറൊരു ഡിഫറെൻറ്റ് മോട്ടീവ് ഉണ്ട്. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ മെൻസ് കമ്മീഷനും അതിൻ്റെ തലപ്പത്തുള്ള സ്ഥാനങ്ങളും, പിന്നെ കുറേ ഈ പറഞ്ഞ സോക്കോൾഡ് ഞാൻ എഗെയിൻ പറയുന്നു, സോക്കോൾഡ് ഫെമിനിസ്റ്റ് മൈൻഡിലുള്ള മെയിൽ ഷോവനിസ്റ്റുകൾക്ക്, അങ്ങനെ ഞാൻ പറയുള്ളൂ. അവരങ്ങനെയാണ്, അവർ സ്വയം പോർട്രേറ്റ് ചെയ്യാൻ. അങ്ങനെയുള്ള ആളുകളെ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങളെ കൊട പിടിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയും ചോദിച്ച് നടക്കുന്ന ടീംസ്. അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ പറയാം. ഈ ദീപക്കിൻ്റെ ഫാമിലിയിലേക്ക് പൈസ കൊടുത്തത് ഫൈസൽ മലബാറാണ്. ആ ഒരു പ്ലാനിങ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ എനിക്ക് മാത്രം തോന്നിയാണോ നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ തോന്നിയത് ഞാൻ തുറന്ന് പറയും.
ഫൈസൽ മലബാറിനെ കൊണ്ട് തന്നെ പൈസ മേടിപ്പിച്ച് ഫൈസൽ മലബാറിനെ വിളിക്കുന്നു ഫോണിൽ. ഫൈസൽ മലബാറിനെ വിളിപ്പിക്കുന്ന ഒരു പരിപാടിയും കൂടി ഇതിനിടയിൽ അങ്ങോട്ട് നടത്തി രാഹുൽ ഈശ്വർ. കൊച്ചു കള്ളൻ. ഇതൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ കൃത്യമായ പരിപാടികളുണ്ട് ഇവർക്ക്, മനസ്സിലായോ? ഇനി ബോച്ചെ വരും. ബോച്ചെ എന്തുകൊണ്ട് ദീപകിൻ്റെ വീട്ടിൽ പോയില്ല എന്ന് പറഞ്ഞു. ബോച്ചയും വരും ഇനി കമ്മിങ് ഡേയ്സ്. ഇനി ഞങ്ങൾ ഇലുമിനാട്ടി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, ബോച്ചയും പോകും. കണ്ടോ നിങ്ങൾ? ഇപ്പം ഇതൊക്കെയാണ് പരിപാടീസ്. അപ്പോൾ ആ ടീമും കൊള്ളാം, ഇപ്പുറത്തെ അറക്കലിൻ്റെ ടീമും കൊള്ളാം. രണ്ടും ബോത്ത് ആർ മാത്തമാറ്റിക്സ്. അത്രേ ഉള്ളൂ. ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ ഒരു ന്യൂട്രൽ പൊസിഷനിൽ ഇരുന്ന് നമ്മളെ സ്വയം സ്റ്റാൻഡിൽ നിൽക്കുക. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക, കേൾക്കാനുള്ളത് കേട്ടിട്ട് എടുക്കാനുള്ളത് എടുക്കുക, ബാക്കിയുള്ളതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുക.